മനസ്സമാധാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. പറയുമ്പോൾ വളരെ സിമ്പിളായൊരു കാര്യമാണ് മനസ്സമാധാനം. പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ മനസ്സമാധാനം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് പറയാൻ വളരെ കുറച്ച് ആളുകളെ മാത്രമേ കണ്ടെത്താനാവുള്ളൂ. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. സാധാരണയായി നമ്മൾ മനസ്സിനെ ഉദാഹരിക്കുന്നത് കുരങ്ങനോടാണ്. കുരങ്ങൻ്റെ സ്വഭാവം ഒരു കാര്യവുമില്ലാതെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ തന്നെയാണ് മനസ്സും സാധാരണ ചെയ്യാറുള്ളത്. കുറച്ച് സമയം വെറുതെ ഇരുന്ന് നോക്കും. അപ്പോൾ കാണാം ഒരാവശ്യവുമില്ലാത്ത തോട്ട്സ് ഒരു കാരണവുമില്ലാതെ മനസ്സിലോട്ട് കയറി വരുന്നു. ഒരു പ്രയോജനമില്ലാത്ത തോട്ട്സാണ്, നമുക്കത് അറിയുകയും ചെയ്യാം. എങ്കിലും അതിങ്ങനെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതിലോട്ടൊരു ചെറിയ ഇൻക്ലിനേഷൻ, ഒരു ചെറിയ ചായ്വ് ഒന്ന് കാണിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ അതങ്ങ് ബിൽഡപ്പ് ചെയ്യുന്ന കാണാം. ഒരു ചെറിയ പ്രശ്നം വലുതായി വലുതായി വലിയൊരു ഇഷ്യൂ ആവുന്നതും തീർക്കാൻ പറ്റാത്ത ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുന്നതും ഒക്കെ നമ്മുടെ മനസ്സ് വിഷ്വലൈസ് ചെയ്യും. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലൊരാൾ ഒരു ദിവസം കുറച്ച് വൈകിപ്പോയാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടാവോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി കാണോ? എല്ലാം നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരിക. പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് വളരെ വലിയൊരു ഇഷ്യൂ ആക്കി ടെൻഷൻ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി കൂളായിട്ട് കയറി വരുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഒരു സുഹൃത്തിനെ കണ്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയി, എന്തെങ്കിലും ചെറിയൊരു കാര്യം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും ആവലാതി എടുത്തതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. പക്ഷേ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും. അതാണ് മനസ്സിൻ്റെ പ്രവർത്തനം യൂഷ്വലി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചിന്ത അല്ലെങ്കിൽ ആ രീതി ഒരുവിധം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി, ആവർത്തനം കൂടി കൂടി വരികയും അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ശക്തി വളരെ അറിയപ്പെടുകയും ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറുന്നു. നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. അങ്ങനെ ഈ നെഗറ്റീവ് തോട്ട്സ് ബിൽഡപ്പ് ചെയ്ത് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമില്ലാത്ത ചിന്തകളെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പല രീതികളും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് സ്വയം ചെയ്യാവുന്ന, മറ്റൊരാളുടെ സഹായമില്ലാതെ പ്രാക്ടീസ് ചെയ്യാവുന്ന ചില രീതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഷിഫ്റ്റ് യുവർ ആക്ടിവിറ്റീസ് എന്നാണ്. അഥവാ നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ നമുക്ക് താല്പര്യമുള്ള, ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുക, ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ രീതി. നെഗറ്റീവ് തോട്ട്സ് വരുന്നു എന്ന് ഫീൽ ചെയ്താൽ ഉടനെ നമുക്ക് താല്പര്യമുള്ള റീഡിങ്ങോ ടി വി കാണലോ പ്രയർ ചൊല്ലലോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് താല്പര്യമുള്ള ജെനുവിൻ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റീസിലോട്ട് അറിഞ്ഞുകൊണ്ട് നിർബന്ധമായി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ഉടനെ
ആ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഒഴുക്ക് ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ പോസിറ്റീവ് ചിന്തകളിലേക്ക് മാറും. അതാണ് ആദ്യത്തെ രീതി. മറ്റൊരു രീതി വിഷ്വലൈസ് പോസിറ്റീവ് തിങ്സ് എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് തോട്ട്സിൻ്റെ വരവ് ഉണ്ടാകുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ, ഡ്രീംസ്, സ്വപ്നങ്ങൾ, കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ കിട്ടാൻ ആഗ്രഹിച്ചിട്ടുള്ളതോ ആയ അപ്രീസിയേഷൻസ്, നമ്മൾ എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ, വിജയങ്ങൾ, അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള നമ്മളെന്നും ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനഃപൂർവ്വം ചിന്തയെ ഷിഫ്റ്റ് ചെയ്യുക. ഉടനെ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഫ്ലോ കുറഞ്ഞു വന്ന് നിൽക്കുന്നതായി കാണാം. ഈ രണ്ട് രീതികൾക്കും ബേസിക്കായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്. അത് ഹ്യൂമൻ മൈൻഡ് കനോട്ട് കോൺസെൻട്രേറ്റ് ഓൺ ടു തിങ്സ് സൈമൾട്ടേനിയസ്ലി എന്നതാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സിന് രണ്ട് കാര്യങ്ങളിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവില്ല. ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷിഫ്റ്റിംഗ് യുവർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ചേഞ്ച് യുവർ തോട്ട്സ് ടു പോസിറ്റീവ് എന്ന രീതികളോ നമ്മൾ സാധാരണ നിലയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് വളരെയധികം പേർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. റിയലി അതൊരു വർത്തായിട്ടുള്ളൊരു രീതിയാണ്. നമുക്ക് തന്നെ ചെയ്യാം, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അടുത്ത ഒരു രീതി കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയാണ് ഡീപ്പ് ബ്രീത്തിങ്. നമുക്കറിയാം, യോഗയിലാണെങ്കിലും മെഡിറ്റേഷനിലാണെങ്കിലും ഒക്കെ സാധാരണ ഉപയോഗിച്ച് വരുന്ന ഡീപ്പ് ബ്രീത്തിങ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുക്കുകയും വളരെ ഡീപ്പായിട്ട് ബ്രീത്ത് പുറത്തോട്ട് കളയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇൻഹെയിൽ കംപ്ലീറ്റ്ലി ആൻഡ് എക്സെയിൽ കംപ്ലീറ്റ്ലി. ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള നമുക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള ചിന്തകൾ നമ്മിലേക്ക് ഒഴുകി വരുന്നു എന്ന് വിഷ്വലൈസ് ചെയ്യുക, ഉൾക്കണ്ണിൽ കാണുക. ഇതിന് ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ണുകളടച്ച് സ്വയം ചെയ്യാവുന്നൊരു കാര്യമാണ്. ടേക്ക് ഡീപ്പ് ബ്രീത്ത് ഇൻ. അതോടുകൂടെ നേച്ചറിൽ നിന്നോ ദൈവത്തിൽ നിന്നോ നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റു വ്യക്തികളിൽ നിന്നോ എല്ലാം പോസിറ്റീവ് എനർജി നമ്മിലേക്ക് ഒഴുകി വരുന്നു എന്നുള്ള ഒരു തോട്ട്, അത് മനസ്സുകൊണ്ട് കാണുക. അതേസമയം when you exhale, ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ചിന്താഗതികളും നെഗറ്റീവ് ആക്ടിവിറ്റീസും എല്ലാം പുറത്തോട്ട് ഒഴുകി പോകുന്നു എന്ന് കണ്ണുകൊണ്ട് കാണുക. യു ക്യാൻ വിഷ്വലൈസ് ദിസ്. അത് ബൈ പ്രാക്ടീസ് നമുക്ക് കാണാം. ഉള്ളിലോട്ട് പോസിറ്റീവ് എനർജി വരുന്നു, പുറത്തോട്ട് എല്ലാ നെഗറ്റിവിറ്റിയും ഒഴുകി പോകുന്നു. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇത് വളരെ സയൻറ്റിഫിക്കാണ്, പ്രൂവണാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ലാതെ എനിവർ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു രീതി എന്ന് പറയുന്നത് ടേക്ക് എ റിയലിസ്റ്റിക് പൊസിഷൻ എന്നുള്ളതാണ്. റിയലിസ്റ്റിക്കായിട്ട് എന്ത് സംഭവിക്കും അത് അനുഭവിക്കാൻ നമ്മൾ സ്വയം തയ്യാറെടുക്കുക എന്നുള്ളതാണ്. എന്താണോ വരാനിരിക്കുന്നത് അത് വരും, വന്നേ തീരും. അപ്പോൾ നമ്മളതിന് ഫേസ് ചെയ്യണം, ചെയ്തേ തീരും എന്നുള്ള ഒരു ഉപദേശം നമ്മൾ നമ്മുടെ തന്നെ മനസ്സിന് കൊടുക്കുക, മനസ്സിനെ ധൈര്യപ്പെടുത്തുക. നമ്മൾ ആശങ്കപ്പെട്ടതുകൊണ്ടോ
അല്ലെങ്കിൽ വിഷമിച്ചതുകൊണ്ടോ അത് വരാതിരിക്കില്ല എന്നും അത് വന്നാൽ നമ്മൾ ഫേസ് ചെയ്തു തന്നെ ആവണം എന്നും മനസ്സിനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പാഠം പഠിപ്പിക്കുക. സോ നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരു, നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനോട് പറയുന്നത് യു ഹാവ് ടു ഫേസ് വാട്ട് എവർ കംസ്. അത് മനസ്സ് പൂർണ്ണ ബോധ്യത്തിലെടുക്കുമ്പോൾ ആശങ്കകൾ അകന്നു പോകുന്നത് കാണാം. കാരണം ആശങ്കകൾ എന്നത് വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയമാണ്. നാളെ പെയ്തേക്കാവുന്നൊരു മഴയ്ക്ക് ഇന്ന് കുട നിവർത്തി പിടിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനൊരു സന്ദർഭം വന്നാൽ അത് വരുമ്പോൾ ഫേസ് ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മനസ്സ് സ്വയം എടുക്കും. അപ്പോൾ നമ്മുടെ ആശങ്കകൾ ഒഴിഞ്ഞു. കാരണം വരുമ്പോൾ കാണാം. അത് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. യു ഹാവ് ടു ഫേസ് ദ ചാലഞ്ചസ് ആൻഡ് യു ഹാവ് ടു വിൻ. ഒഴിഞ്ഞു മാറുന്നതിനേക്കാൾ നല്ലതാണ് നേരിടുന്നത് എന്നൊരു തത്വം. ആ ഒരു തത്വം എന്ന് നമ്മുടെ മനസ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുവോ അന്ന് മനസ്സ് തന്നെ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കും. ഒരു വഴി അടയുമ്പോൾ 9 വഴി തുറക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സ് അതിന് പ്രാപ്തമാണ്. വഴികൾ കണ്ടെത്തിപ്പിടിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ മനസ്സിൻ്റെ കഴിവുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തണം, അതിനുള്ള അവസരം സൃഷ്ടിക്കണം എന്ന് മാത്രം. അതാണ് റിയലിസ്റ്റിക് തിങ്കിങ് എന്നുള്ള ഈ രീതി. ഇനിയുള്ള ഒരു രീതി ആശങ്കകൾ ഒഴിവാക്കാനും മനസ്സമാധാനം ഉണ്ടാകാനുമുള്ള ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നോ പോസ്റ്റ്മോർട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രീതിയാണ്. അതായത് കഴിഞ്ഞ ഒരു ചിന്തയെക്കുറിച്ചോ തീരുമാനത്തെക്കുറിച്ചോ ഒരു പുനരവലോകനം ചെയ്യുക, വീണ്ടും അത് അനലൈസ് ചെയ്ത് അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ചിന്തിച്ച് അവസാനം എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് സ്വയം ബോധ്യപ്പെട്ട് അതിൻ്റെ പേരിൽ വിഷമവും കുറ്റബോധവും ഒക്കെ അനുഭവിക്കുക. ഈ ഒരു പ്രക്രിയ നമ്മുടെ മനസ്സിന് ഒരു ആവശ്യമില്ലാത്തതാണ്. നമ്മുടെ മനസ്സിനെ സമാധാനം കളയുന്ന ഒന്നാണ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തിങ്ക് ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ. നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിക്കുക, എല്ലാ പോസിബിലിറ്റീസും ആലോചിക്കുക. ദെൻ നെവർ തിങ്ക് അബൌട്ട് ദാറ്റ്. പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കരുത്, ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇറ്റ്സ് ഡൺ. അപ്പോൾ ഏത് തീരുമാനം പോസ്റ്റ്മോർട്ടം ചെയ്താലും നമുക്ക് തോന്നുക മറ്റേ തീരുമാനമായിരുന്നു കുറച്ചുകൂടെ നല്ലത്, ഇതിനേക്കാൾ നല്ലത് അങ്ങനെ ചെയ്യാമായിരുന്നു. ഈവൺ ഒരു സിനിമ കണ്ടാൽ പോലും മറ്റൊരു സിനിമ കാണുന്നതായിരുന്നു നല്ലതെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു ഡ്രസ്സ് എടുത്താൽ ഈ ഡ്രസ്സ് വേണ്ടായിരുന്നു, മറ്റൊരു ഡ്രസ്സ് എടുത്താൽ മതിയായിരുന്നു, ഞാൻ എന്തൊരു മണ്ടനാണ് എന്ന് സ്വയം കുറ്റം പറയുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സിൻ്റെ നിസ്സഹായാവസ്ഥയാണത്. നമുക്ക് കേട്ടാൽ തമാശയായിട്ട് തോന്നിയാലും അവരെ സംബന്ധിച്ച് അത് വലിയൊരു വേദനയാണ്. ദാറ്റ് ലീഡ്സ് ടു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാനൊന്നിനും പ്രാപ്തനല്ല, അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് അത് നമ്മെ കൊണ്ടുപോകാം. കാരണം ഒരിക്കലും നമ്മളെടുത്തൊരു തീരുമാനം ശരിയാണെന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് തോന്നില്ല. സാധാരണ മറ്റേതായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. തിങ്ക് വെൽ ബിഫോർ യു ഡു സംതിങ്, ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നെവർ ഓപ്പൺ ദ ഫയൽ. ദാറ്റ്സ് ഓവർ. അങ്ങനെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ മനസ്സത് ആക്സെപ്റ്റ് ചെയ്യും. അതനുസരിച്ച് മനസ്സ് ആക്ടിവിറ്റീസിനെ ട്യൂൺ ചെയ്യും. അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ മനസ്സിന് ദൈവം തന്നിട്ടുണ്ട്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതൊക്കെ ആശങ്കകളെ ഒഴിവാക്കാനോ നിയന്ത്രിക്കാനോ ഒരു പരിധിവരെ ഇല്ലാതാക്കാനോ ഉള്ള ചില പൊടിക്കൈകളാണ്. വളരെയധികം പേർ അത് ഉപയോഗിച്ചിട്ടുണ്ട്, പല മെത്തേഡുകളും. അതിലൊക്കെ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. അതിൻ്റെ തിയറിയോ സിദ്ധാന്തങ്ങളോ അല്ല,
അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി പ്രൂവണാണ്. നമ്മുടെ മനസ്സിനെ ആശങ്കകൾ അകറ്റി ഒരു സമാധാനം എന്നത് മനസ്സിലേക്ക് കടന്നു വരാനും ശാന്തി അനുഭവിക്കാനും ഈ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. വീണ്ടും കാണാം.